ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ശത്രുവോടെ എതിർത്തിടുവാൻ, തിരുകൃപ മതി എനിക്ക്. ലോകത്തെ വെറുത്തിടുവാൻ, പാപത്തെ ജയിച്ചിടുവാൻ, ഹല്ലേലൂയ, ശത്രുവോടെ എതിർത്തിടുവാൻ, തിരുകൃപ നാഥാ, ഓ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയാണിൽ തിരുകൃപ മതി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിരീശ്വരവാദി ഒരു ക്രിസ്തീയ വിശ്വാസിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ, യേശു പറഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. ഇന്നത്തെ കാലത്ത് ഇത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണെന്ന് ആ നിരീശ്വരവാദി പറയുമ്പോ ഞാനും ഇതിനെക്കുറിച്ച് മുമ്പ് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഈ വാക്ക് കർത്താവ് വചനത്തിൽ പറയുന്നു, നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. കർത്താവേ, പലപ്പോഴും ഞങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് അയൽക്കാരെ സ്നേഹിക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. തെറ്റായ ജീവിത മാർഗങ്ങളിലൂടെ കടന്നു പോകുന്നവൻ ഒരിക്കലും അവനെ തന്നെ സ്നേഹിക്കുന്നവനല്ല, അവനെ നശിപ്പിക്കുന്നവനാ. കള്ളു കുടിക്കുന്നവൻ അവനെ തന്നെ നശിപ്പിക്കുന്നവനാ. അവൻ എങ്ങനെ തന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റും? അവൻ എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ അടികൂടുന്നവനാണെങ്കിൽ അവൻ അവനെ സ്നേഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളവരോട് അടികൂടാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കർത്താവ് എനിക്ക് പറഞ്ഞു തന്നത്, നിങ്ങൾ നിങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല. അപ്പോൾ പലപ്പോഴും നമുക്കൊരു സംശയം തോന്നിയേക്കാം, അതെന്താ ഞാൻ എന്നെ സ്നേഹിക്കാത്തതെന്ന്. നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുന്നത് കൊണ്ടോ, വസ്ത്രം ധരിക്കുന്നത് കൊണ്ടോ, നല്ല വീട് വെച്ചിരിക്കുന്നത് കൊണ്ടോ, വാഹനങ്ങൾ വാടിക്കുന്നത് കൊണ്ടോ, എല്ലാവരുടെയും മുമ്പിൽ ഗമയോടെ യാത്ര ചെയ്യുന്നത് കൊണ്ടോ, നടക്കുന്നത് കൊണ്ടോ, ഞാനെന്ന ഭാവം ഉള്ളിലുള്ളത് കൊണ്ടോ നമ്മളെ സ്നേഹിക്കുന്നവരായി മാറത്തില്ലെന്ന് കർത്താവ് പറഞ്ഞത്. നമ്മൾ അങ്ങനെയാ വിചാരിച്ചിരിക്കുന്നത്. കർത്താവ് പറയുകയാ, ഞാൻ വസിക്കുന്ന ആലയമാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന അന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും. കാരണം നിങ്ങൾ വിശുദ്ധിയിൽ നിങ്ങളെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവ് വസിക്കേണ്ട ആലയമാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എവിടേക്ക് പോവുകയാ? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറുകയാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്നെ നശിപ്പിക്കുകയും ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കും ഇഷ്ടത്തിനനുസരിച്ച് എന്നെ ജീവിക്കാനായി വിട്ടുകൊടുക്കുകയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നത്, കർത്താവ് പറയും, ഇതൊന്നും ചേരാത്തതാണ്. ചേരുമ്പടി ചേരാത്ത വാക്കുകളാ. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വിശുദ്ധിയിലും നിർമ്മലതയിലും സൂക്ഷിക്കുന്നവരായിട്ട് മാറും. ഒരു ദേവാലയത്തെ പോലെ നമ്മളെ കരുതുന്നവരായിട്ട് നമ്മൾ മാറും. കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ വാസസ്ഥലമാ. ഇത് തിരിച്ചറിയുന്ന ദിവസമെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വേണം.
അങ്ങനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരായിട്ട് മാറുന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ആ അവസരത്തിൽ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്തത്. നമ്മൾ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ട് കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവരെയും നമ്മളെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ പറയുന്നതാ, വിശുദ്ധമായ ഒരു ദേവാലയത്തെ എപ്രകാരം നമ്മൾ സൂക്ഷിക്കണമെന്ന് വചനം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാ. ഒരു ദേവാലയമാണ് നമ്മൾ, ദൈവം വസിക്കേണ്ട സ്ഥലമാണ്. ഹൃദയം ദൈവത്തിന് വേണ്ടി ആ ദൈവത്തിൻ്റെ സന്ധിയിൽ പ്രാർത്ഥനകളും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനകളും ഒക്കെ നടത്തേണ്ട, ബലിയർപ്പണം ഒക്കെ നടത്തേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഹൃദയമെങ്കിൽ, ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവിക സാന്നിധ്യമാണ് വേണ്ടത്. ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തകളും പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെയാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരിക്കലും ദേവാലയമായി മാറുന്നില്ല. കാരണം നമ്മുടെ ഹൃദയം പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് മറ്റുള്ള ചിന്തകളുമായിട്ട് കടന്നു പോവുകയാണ്.